കർത്താവിന് മഹത്വം നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. നമ്മളിന്നു മുതൽ സീരീസായിട്ട് ഒരു പഠനം 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ നിന്ന് ആരംഭിക്കുവാൻ പോവുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശയ്ക്കായിട്ട് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയം വരുമ്പോൾ, ഒരു ഫ്യൂണറൽ വരുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം. എന്നാൽ ഈ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം നമ്മളതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരാശയമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇത് കുറച്ച് നാളുകൾ നമ്മൾക്ക് സീരിയസായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓരോ സബ്ജക്റ്റ് ബൈ നമ്മളത് പഠിക്കും. അതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ഞാൻ ഇന്ന് തരാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15 ആരംഭിക്കുമ്പോൾ അവിടെ ക്രിസ്തുവേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും മറ്റും പ്രത്യക്ഷമായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം മിശിഹാ തമ്പുരാൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിനോടനുബന്ധമായ വിഷയങ്ങളും വിശുദ്ധ തിരുവെഴുത്തിൻ പ്രകാരമാണ് സംഭവിച്ചത് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ വ്യർത്ഥമാണ്, നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്ന് വളരെ കൃത്യമായ നിലയിൽ ആ ജനതയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം, മരിച്ചവരുടെ പുനരുത്ഥാനം സംഭവിക്കുകയില്ല, അത് നടക്കൂ, ഇങ്ങനൊരു സംശയം കൊരിന്ത്യ സഭക്കാരുടെ ഇടയിൽ കൃത്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലേഖനത്തിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് പോവുക. അപ്പം ഞാനിതിനകത്ത് പൊതുവായിട്ടുള്ള ധാരാളം ക്രൈസ്തവ സമൂഹത്തിനിടയിലുള്ള ധാരാളം വിശ്വാസമുണ്ട്. അത് പരമ്പരാഗതമായിട്ട് വിശ്വാസമുണ്ട്. നമ്മുടെ ഇടയിലുള്ള എല്ലാ സഭകൾക്കും പൊതുവായിട്ടുള്ളൊരു വിശ്വാസവും പ്രത്യാശയും ഈ അധ്യായത്തെ സംബന്ധിച്ചുണ്ട്. നമ്മളിന്ന് അവിടെ എങ്ങും പോകാതെ ഞാൻ ആ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 54, 55, 56 3 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുക. 54 ഇങ്ങനെയാണ്: ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ഇവിടെ പ്രധാനപ്പെട്ടൊരു വാക്യം, മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരത്തിനായി മരിച്ചു എന്ന തിരുവെഴുത്തിൻ പ്രകാരം. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരത്തിനായി മിശിഹ മരിക്കുമ്പം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള 3 പ്രധാന കാര്യങ്ങളാണുള്ളത്. അതാണ് ഈ വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നത്. മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. അപ്പം ന്യായപ്രമാണവും അതിനോടനുബന്ധിക്കുന്ന ശക്തി നൽകുന്ന, പാപത്തിന് ശക്തി നൽകുന്ന ന്യായപ്രമാണം, പാപത്തിൻ്റെ വിഷമുള്ളായ അല്ലെങ്കിൽ മരണത്തിൻ്റെ വിഷമുള്ളായ പാപം, ഇങ്ങനെയാണ് നമ്മളിവിടെ ഈ വിഷയത്തെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ 3 പ്രധാന കാര്യങ്ങൾക്ക് മാറ്റം വരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപത്തിന് മാത്രം പരിഹാരം വന്നാൽ പോരാ, പാപത്തിന് വിഷമുള്ള പാപത്തിന് പരിഹാരം വരുമ്പോൾ പാപം മുഖാന്തരം വരുന്ന മരണത്തിൻ്റെ വിഷമുള്ളായ പാപം പരിഹരിക്കപ്പെടുമ്പോൾ മരണത്തിന് നീക്കം വരിക. അങ്ങനെയെങ്കിൽ മരണത്തിന് നീക്കം വരുന്നെങ്കിൽ പാപത്തിൻ്റെ ശക്തി നൽകുന്ന ന്യായപ്രമാണത്തിന് നീക്കം വരും. അപ്പം ന്യായപ്രമാണത്തിന് നീക്കം വരുന്നു, പാപത്തിന് നീക്കം വരുന്നു, അതേപോലെ തന്നെ മരണത്തിനും നീക്കം വരുന്നു. അപ്പം കാൽവറി മരണം കൊണ്ട് 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പരിഹരിക്കപ്പെടാൻ പറ്റില്ല. കാരണം ഒന്ന് മറ്റൊന്നിനെ ഉളവാക്കുകയാണ്. പാപം എന്ന വിഷമുള്ള മരണത്തെ കൊണ്ടുവരുന്നു, പാപത്തിന് ന്യായപ്രമാണം ശക്തി നൽകുന്നു. അപ്പം പാപങ്ങൾക്ക് നീക്കം വരുവാണെങ്കിൽ നമ്മുടെ മരണത്തിന് നീക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായപ്രമാണം എന്ന നിയമങ്ങൾക്ക് നീക്കം വരുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ കാൽവറി മരണത്തിലൂടെ ഈ 3 പ്രധാന കാര്യങ്ങളാണ് സംഭവിച്ചത്.
ഇനി നമ്മൾ ഈ വാക്യത്തെ എടുക്കുമ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ടൊരു വാക്കാണ്. അത് നമ്മൾ വായിക്കുന്നത് ഹോശയ പ്രവചനത്തിലാണ്. ഈ ഹോശയ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് എഴുതിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും രണ്ടായിട്ട് ശലോമോൻ്റെ കാലത്തിന് ശേഷം പിരിഞ്ഞു എന്ന് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് കഴിയും. അപ്പം അവിടെ ശലോമോൻ്റെ കാലത്തിന് ശേഷം രണ്ട് ഗ്രഹമായി ഇത് പിരിയുന്നു. 10 ഗോത്രങ്ങൾ എഫ്രീമിൻ്റെ നേതൃത്വത്തിൽ ശമരിയ അവിടേക്ക് പോകുന്നു. യഹൂദ ഗ്രഹം, അതായത് ബെന്യാമിൻ, യഹൂദ, ആ ഗ്രഹം കൂട്ടത്തിൽ ലേവ്യരുമുണ്ട്. അങ്ങനെ ഒരു യഹൂദ ഗ്രഹവും കൂടുന്നു. അപ്പോൾ ഇങ്ങനെ 2 ഗ്രഹമായിട്ട് വിഭജിക്കപ്പെടുമ്പോൾ അനേക നാളുകൾ ഈ എഫ്രീം ഗോത്രം യഹോവയെ വിട്ട് ബാലിനെ ആരാധിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ബാലിനെ ആരാധിക്കുന്നത് തടസ്സം ചെയ്യാൻ, അതിൽ നിന്ന് അവർക്ക് മാറ്റം വരുത്താൻ, മാനസാന്തരം വരുത്താൻ പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. ഏലിയാവിനെ അയക്കുന്നു, എലീശയെ അയക്കുന്നു. എനിക്ക് തോന്നുന്നു എസെക്കിയേൽ, ഹോശയ, യെശയ്യാവ്, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അവിടേക്ക് അയക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് ഇവരെ അയച്ച് അവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നുപോയി. ഏറിയ നാൾ കഴിഞ്ഞപ്പോൾ അസീറിയ വന്ന് ഇവരെ മുഴുവൻ അടിമകളായിട്ട് കൊണ്ടുപോയി. ഇവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. ഇങ്ങനെ ബാൽദേവനെ ആരാധിച്ച ഈ ഇസ്രായേൽ ഗ്രഹം അവരെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരിക എന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മിഷൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കാണാതെ പോയ ഇസ്രായേലിൻ്റെ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അപ്പോൾ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. ഇനി നമ്മൾ ഹോശയ പ്രവാചകനിലൂടെ ദൈവം ഇടപെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന്, ദൈവം അവനോട് പറയുന്നു, നീ പരസംഗത്തിൽ ചെയ്യുന്ന ഒരു ഭാര്യയെ, പരസംഗത്തിൽ ജനിച്ച മക്കളെ എടുക്കാൻ പറഞ്ഞു. അപ്പം പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ എടുത്തു. ആ പരസംഗത്തിൽ ചെയ്യുന്ന ആ സ്ത്രീയിൽ നമ്മൾ 3 പ്രധാനപ്പെട്ട, ഗോമർ എന്ന പേരുള്ള ഒരാളെ അദ്ദേഹം എടുക്കുന്നു. ആദ്യം അവൾ ഗർഭം ധരിക്കുന്നു. എന്നിട്ട് ആ മകന് അവൾ ജസ്രീൽ എന്ന് പേരുന്നു. നമ്മുടെ മലയാളത്തിൽ ഇസ്രയേൽ എന്നൊക്കെയാണ്, അത് ജസ്രീൽ എന്നാണ്. ദൈവം വിതയ്ക്കുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം ദൈവം വിതയ്ക്കും എന്ന് പേരുള്ള ഒരു മകൻ, അർത്ഥമുള്ള. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഒരു മകളെ പ്രസവിച്ചു. അവൾക്ക് പേരിടാൻ പറഞ്ഞു ലോറുഹമ, അതായത് കരുണയില്ലാത്തവൾ, ലഭിക്കാത്തവൾ എന്ന് പേര് വിളിക്കാൻ പറഞ്ഞു. അതിനുശേഷം തനിക്ക് 3ാമത് മറ്റൊരു മകൻ ജനിക്കുന്നു. അതിനെ ലോ അമ്മി എന്ന് വിളിക്കുന്നു. ഇങ്ങനെ 1 ദൈവം വിതയ്ക്കും, 2 കരുണയില്ലാത്തവൾ, 3 ദൈവത്തിൻ്റെ ജനമല്ല, എൻ്റെ ജനമല്ല എന്ന് പേരിടാൻ പറയുന്നു. അപ്പോൾ ഇസ്രായേൽ ഗ്രഹം എൻ്റെ ജനമല്ല, കരുണ ലഭിക്കാത്തവരാണ്. അതേപോലെ തന്നെ ദൈവം വിതയ്ക്കും എന്നും കൂടെ ജസ്രീൽ എന്ന വാക്കിന്, പേരിന് അർത്ഥം, അങ്ങനെ പേരുള്ള ഒരു പേരൂടെ ഒരു മകന് ജനിക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ പശ്ചാത്തലം എന്ന് പറഞ്ഞത് തന്നെയാണ് ഇസ്രായേൽ ഗ്രഹത്തെ എങ്ങനെയും മടക്കി കൊണ്ടുവരിക, അവരോടുള്ള ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ. നമ്മൾ 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സമാപന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം പറയുകയാണ്, നമ്മളത് ഫുൾ വായിക്കണം. ദൈവത്തെ മറന്ന് ബാലിനെ സേവിക്കാൻ പോയ ജനതയോടുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പുണ്ട്. അതിന് 23ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. അതായത് ഈ ജസ്രീലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ എന്തു ചെയ്യും? അപ്പോൾ അതായത് ഇസ്രായേൽ ജനതയെ ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും ദൈവം വിതയ്ക്കാൻ പോവുക. ഇതിന്ന് ഞാൻ എടുത്ത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു ട്രൂത്ത്, നമ്മുടെ കർത്താവ് യേശു പറഞ്ഞൊരു ഉപമയുണ്ട്. അതിൽ ഗോതമ്പ് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. അപ്പം ഗോതമ്പ് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പം ശത്രു വന്ന് കള വിതച്ചു. അപ്പോൾ ശത്രു കള വിതയ്ക്കുമ്പോൾ അത് എടുത്ത് പിഴുത് കളയട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യജമാനൻ പറയുകയാണ്, തോട്ടക്കാരൻ പറഞ്ഞു വേണ്ട, അത് കൊയ്ത്തോളം വളരട്ടെന്ന് പറയും. അപ്പം ഇതിൻ്റെ ഉപമ എന്താണെന്ന് യേശു ക്രിസ്തുവിനോട് പോയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഗോതമ്പ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്.
ഈ രാജ്യത്തിൻ്റെ പുത്രന്മാരാരെന്ന് മനസ്സിലാക്കണേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാൽ മതി. അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടെ കിഴക്കുന്നും പടിഞ്ഞാറും തെക്കുന്നും വടക്കുന്നും അനേര് വന്ന് പന്തിക്കിരിക്കും, രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ പുറത്ത് തള്ളിക്കളയും. അപ്പോൾ രാജ്യത്തിൻ്റെ പുത്രന്മാരിൽ 2 തരമുണ്ട്. ഒന്ന് ദൈവരാജ്യത്തിൻ്റെ വിത്തുക്കളായ രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകളായ രാജ്യത്തിൻ്റെ പുത്രന്മാരുണ്ട്. അപ്പം ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരെ കൊയ്തെടുക്കുകയും കളകളെ എന്ത് ചെയ്യുക, കാലാവസാനത്തിൽ, ഞാൻ ആ ലോകാവസാനം എന്ന് ഉപയോഗിക്കുന്നില്ല, കാലാവസാനത്തിൽ ന്യായപ്രമാണ കാലത്തിൻ്റെ അവസാനത്തിൽ AD 70 കർത്താവായ യേശുക്രിസ്തു വരുന്ന ആ സമയത്ത് ദേവാലയം പൊളിക്കുന്ന സമയത്ത്, ന്യായവിധി നടക്കുന്ന സമയത്ത് അവരെ ദൈവം ശേഖരിക്കുകയാണ്, ഫലശേഖരം. അതിന് ആദ്യ ഫലമെന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്റ്റഡാണ് ബൈബിളിൽ. ഇഷ്ടംപോലെ ഭാഗങ്ങൾ, ഒരുപാട് റെഫറൻസുകൾ നമ്മൾ ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലും ഒക്കെ നമുക്ക് പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പറഞ്ഞ് ഇതിനെങ്കിലും ദീർഘിപ്പിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ചിന്ത തരിക മാത്രമാണ്. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് നാളെ മറ്റൊരു ധ്യാനത്തിനും മറ്റൊരു ചിന്തയ്ക്കും വഴി തുറക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ദൈവരോട് പറയാം, ഞാൻ അവരെ വിതയ്ക്കാൻ പോകണം. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജലമല്ലാത്തതിനോട് നീ എൻ്റെ ജനമെന്ന് പറയും, നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും. അപ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്, ഇവരെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു നടപടി കൂടെ ഇവരോട് പറയുന്നുണ്ട്. അതായത് ദൈവം അവരെ തിരിച്ച് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിന് ഈ ജനതയെ വേണം. അപ്പം ദൈവം പറഞ്ഞ കരുണയില്ലാത്തതോടെ ഞാൻ കരുണ കാണിക്കും, എൻ്റെ ജനമല്ലാത്തതോടെ ഞാൻ എൻ്റെ ജനമെന്ന് പറയും, ഞാൻ എൻ്റെ ജനത്തെ അവരെൻ്റെ ദൈവം, ഞാൻ അവരുടെ ദൈവമെന്നും അവർ എന്നെ തങ്ങളുടെ ദൈവമെന്നും പറയും എന്ന് പറയുന്ന ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്. ഈ ജനതയ്ക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ ഇതിൻ്റെ 3-ാം അധ്യായം വരുന്നു, 4-ാം അധ്യായമുണ്ട്. അതായത് 3-ാം അധ്യായത്തിൽ വരുന്നതിന് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 4-ാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. ഇസ്രായേൽ ഗ്രഹം. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ദൂതൻ എന്ന് പറഞ്ഞ എന്താണ്? അത്യുന്നതൻ്റെ പുത്രൻ ജനിക്കും, അവന് ദാവീദിൻ്റെ സിംഹാസനം. അപ്പം ദാവീദിന് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതേ ഭാഗം തന്നെ നമുക്ക് എസെക്കിയേൽ 37 കാണാൻ പറ്റും. ഇസ്രായേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും 2 കൊമ്പിനെ ഒരുമിപ്പിക്കുന്നു, ദാവീദ് അവർക്ക് രാജാവായിരിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം. അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടുകൊണ്ട് യഹോവെങ്കിലേക്കും അവൻ്റെ നന്മയിലേക്കും വരും. ഇപ്പോൾ ഇവർ ഒരു ഭാഗത്ത് തെറ്റിപ്പോയി, പക്ഷേ ദൈവം ഇവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ്, ഇവർ മടങ്ങി വരും. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാനിത് ഫുള്ള് വായിക്കുന്നില്ല, 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇവർക്ക് എന്താ പറ്റിയത്. ഇവർ പുരോഹിതന്മാരെ കേൾപ്പിൻ, ഇസ്രായേൽ ഗ്രഹമേ ചെവി കൊള്ളുവിൻ, രാജഗ്രഹമേ ചെവി തരുവിൻ, നിങ്ങൾ മിസ്പയ്ക്കൊരു കെണിയും താബോറിന്മേൽ വിരിച്ച വലയും ആയിത്തീർന്നിരിക്കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. ഇത് മൊത്തം ന്യായവിധിയാണ്. ഫുള്ള് വായിക്കുക, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇവർക്ക് എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഇവർ ബാലിനെ സേവിക്കാൻ പോയിട്ട് ഇവർ മരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവിടെ ഇവർ ജീവനോടിരിക്കുന്നവരാണ്, അല്ലാതെ ശവക്കുഴി പോയിട്ട് ശവക്കുഴിയിൽ നിന്ന് കയറി വരുന്ന കഥയല്ലിത്. നമ്മളിത് എസെക്കിയേലിൻ്റെ പ്രവചനം 37-14 വാക്യമുള്ളത് മനസ്സിലാക്കുന്നത്. ദൈവത്തെ കളഞ്ഞിട്ട് പോയ ഇസ്രായേൽ ഗ്രഹത്തെയാണ് ദൈവം ഇവിടെ ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹേ പാതാളമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് ഈ ഇസ്രായേൽ ഗ്രഹത്തെ മടക്കിക്കൊണ്ടുവരുന്ന നടപടിയാണ്. സോ ഇവിടെ പറഞ്ഞു ദൈവം എന്ത് ചെയ്യാൻ പോവാണ്? കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ കീറിയിരിക്കുന്നു, 3-ാം നാളിൽ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ ഈ ജനതയെ കവർച്ചയായി ഇപ്പോൾ ജനത്തെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ മടക്കി കൊണ്ടുവരുന്നതും ഇവർക്ക് സൗഖ്യം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ. അതുപോലെ തന്നെ 10-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, 6-10 പറയുന്നു: ഇസ്രായേൽ ഗ്രഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു, അവിടെ എഫ്രീം പരസംഗം ചെയ്തു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു, യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു.
ഇസ്രായേൽ ഗൃഹം ഇത് ജീവിച്ചിരിക്കുക, അവിടുത്തെ ആ ജനതയോട് പറയുക. അപ്പം കാണാതെ പോയ ഇസ്രായേൽ ഗൃഹത്തെ ദൈവം എന്തുന്നു മടക്കി വരുത്താൻ പോകുന്നുണ്ട്. അവരെ ദൈവം എന്ത് ചെയ്യുന്നു, ഒരു കൊയ്ത്ത്, നിൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പം ഇതെന്തൊരു കൊയ്ത്താ? ദൈവം വിതയ്ക്കും എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. ഒരു കൂട്ടം ആളുകൾ ഉണ്ട്, ഒരു സമൂഹത്തെ വിതച്ചേക്കുക, രാജ്യത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ അവരെന്ത് ചെയ്യാൻ പോവോ? കൊയ്തെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് മരിച്ചു പോയെന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ പോയിട്ട് ഇവർ മരിച്ച് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഇസ്രായേൽ ഗ്രഹം എങ്ങനെ മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അതായത് എഫ്രീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവരായിരുന്നു, അവൻ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചു. വളരെ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനികൾ നമ്മൾ ഒരു ബൈബിൾ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടിയതാണ് പുതിയ നിയമമെന്ന് പറഞ്ഞ് നമുക്ക് തോന്നിയ പോലെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഞാൻ ഈ കണ്ടത് ഇപ്പോൾ എൻ്റെ ഒരു ജീവിതയാത്രയിൽ ഞാൻ കണ്ടത് ഒരു 80% ബൈബിൾ വ്യാഖ്യാനങ്ങളും വ്യാജമാണ്. കാരണം പഴയ നിയമത്തിൻ്റെ പിന്തുണയില്ലാതെ പുതുനിയമത്തെ വ്യാഖ്യാനിക്കാൻ പോയാൽ നമ്മൾ ശവക്കുഴിയിൽ നിന്നും സെല്ലിൽ നിന്നൊക്കെ ആൾ ഇറങ്ങി വരുമെന്ന് നമ്മൾ പ്രവചിക്കേണ്ടി വരും, പഠിപ്പിക്കേണ്ടി വരും. നമ്മൾ ദൈവത്തിൻ്റെ മാർഗ്ഗമാണ്, നമ്മൾ ക്രിസ്തുവിൻ്റെ മാർഗ്ഗമാണ്. ക്രിസ്തുവിൻ്റെ മാർഗ്ഗം സത്യമാർഗ്ഗമാണ്, അതിനകത്ത് വ്യാജം പാടില്ല. നമുക്ക് തിരുത്താനൊരു അവസരം കിട്ടിയാൽ തിരുത്തിയോണം. നമ്മൾ ആളുകളെ നോക്കരുത്, ഞങ്ങളുടെ അപ്പച്ചൻ അങ്ങനെയാണ് പ്രസംഗിച്ചത്, ഞങ്ങളുടെ വല്യപ്പച്ചൻ അങ്ങനെയാണ് പ്രസംഗിച്ചത്, ഞങ്ങൾ പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇവരുടെ മുമ്പിലല്ല നിങ്ങൾ ഒരു ദിവസം പോയി നിൽക്കേണ്ടത്. ഇതെല്ലാം തന്ന തമ്പുരാൻ്റെ അടുക്കലാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് അസത്യങ്ങൾ പറയാതിരിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, പുതിയ നിയമത്തിൻ്റെ ഏത് ലേഖനം വായിച്ചാലും അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും അല്ലാത്തത് ഞാൻ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നതെന്നാണ് പറഞ്ഞു. അപ്പം ന്യായപ്രമാണത്തിലും പഴയ നിയമത്താളുകളിലും ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിവിടെ വ്യാഖ്യാനിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരാളെ കൊണ്ട് അടക്കിയിട്ട് പറയാം നീ എഴുന്നേറ്റ് വരുമെന്ന്. അവിടെ എന്തോ വാക്യം എന്ന് വെച്ചാൽ ആ ബൈബിളിൽ വാക്യമുണ്ട്. പക്ഷേ ബൈബിളിലെ വാക്യം ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനം, ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരും. ഇസ്രായേലും മരിച്ചു ദൈവത്തിൻ്റെ കണ്ണിൽ. എപ്പോൾ ഇവർ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് മുഴുവൻ നോക്കണം. ഓൾഡ് ടെസ്റ്റമെൻറ്റിനകത്ത് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ സത്യങ്ങൾ കിടപ്പുള്ളൂ. ഓൾഡ് ടെസ്റ്റമെൻറ്റ് വായിക്കുമ്പോൾ ഇസ്രായേൽ ഗ്രഹം എന്നാണോ അവരുടെ സ്വന്തം നാട് അതായത് ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത ദേശത്ത് നിന്ന് അവർ പുറത്തോട്ട് പോകുന്നത്, ആ പുറത്തോട്ട് പോകുന്നതിനെ അല്ലെങ്കിൽ ആ നാട് വിട്ട് അവർ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനെ മരണമെന്നാണ് പറയുന്നത്. ഞാൻ മുമ്പ് എപ്പോഴോ വായിച്ചുണ്ട്, ദാവീദ് ഈ ശൗലിനെ പേടിച്ച് ഇസ്രായേലിൻ്റെ അതിര് കടന്ന് അപ്പുറത്തോട്ട് പോയി. അങ്ങനെ താനൊരു ഭയന്ന് തിരിച്ചു വരുന്നൊരു സന്ദർഭം എനിക്കൊന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു വായിപ്പാനിടയായിട്ടുണ്ട്. ആ റെഫറൻസ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇവരുടെ രാജ്യത്ത് നിന്ന് വരെ പുറത്താക്കുമ്പോൾ അവർ നാട്ടിൽ നിന്ന് പുറത്താവുക, മറ്റൊരു ദേവനെ ആരാധിക്കുക, മറ്റൊരു ദേവൻ്റെ പുറകെ പോകുമ്പോൾ വേദപുസ്തകം അവരെ വിളിക്കുന്ന പേര് മരിച്ചവരെന്ന്. നമ്മൾ ഈ എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എസെക്കിയേലിൻ്റെ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ ഈ അസ്ഥിത്താഴ്വരയെല്ലാം നമ്മുടെ സർവ്വ ലോകത്തിൽ ഇപ്പോഴും പ്രസംഗിക്കും. ക്രിസ്തീയ സഭയ്ക്കകത്ത് ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് അസ്ഥിത്താഴ്വരയാണ്. നമുക്ക് ഈ ബൈബിൾ മുഴുവൻ തന്നേക്കുന്ന എല്ലാം പ്രസംഗിക്കാനല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പുതിയ നിയമസഭയ്ക്കകത്ത് പലതും പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കാം. 37-ാം അധ്യായം എന്തിനാണ് പറയുന്നത്? യഹോവയുടെ ആത്മാവ് വന്നു അസ്ഥിത്താഴ്വര. ഇത് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ സഭയിൽ 10,000 വിശ്വാസികളൊക്കെ ഉള്ളൊരു സഭയാണ്, കേരളത്തിന് പുറത്താണ്. ഉപവാസം നടക്കുന്നു, ഒരാൾ പ്രസംഗിക്കുകയാണ്, ഇന്ന് രാത്രി ഇവിടെ ചില അസ്ഥികൾ ഉയർത്തെഴുന്നേക്കും. അവിടെ ആരും ഉയർത്തെഴുന്നേറ്റവരല്ലയോ, പിന്നെ അവിടെ വന്നിരിക്കുന്ന വിശ്വാസി ആരാ? അതായത് നമ്മളെ പഠിപ്പിച്ച് നമ്മളിങ്ങനെ ആണെന്നങ്ങ് ആക്കി വെച്ചേക്കുക. സാത്താനുണ്ട്, പോരാട്ടമുണ്ട്, പ്രശ്നമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പാപമുണ്ട്, ശാപമുണ്ട്, നരകമുണ്ട് എന്ന് വേണ്ട ഇല്ലാത്ത സകല കച്ചടയും ചർച്ചിനകത്ത് കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ മനസ്സിനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. ഇതില്ലെന്നെങ്ങനെ പറഞ്ഞാൽ അവർ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലും. പിന്നെ ഇപ്പോഴത്തെ ജനാധിപത്യ രാജ്യവും ഇന്ത്യയുടെ നിയമമായതുകൊണ്ടാണ് അവർ കൊല്ലാതെ വിടുന്നത്. അപ്പോൾ ഈ അസ്ഥിത്താഴ്വര എന്താണെന്ന് നോക്കി നന്നായിട്ട് വായിച്ചു നോക്ക്. അവിടെ അസ്ഥികൾ ആരാന്ന് നോക്കുന്നുണ്ട്. ഞാൻ ആദ്യ ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അസ്ഥിയോട് ചേർന്നു, മാംസം വന്നു, തൊക്ക് വന്നു, അവസാനം വലിയ ശബ്ദത്തോടെ ഭൂകമ്പം ഉണ്ടായി, വലിയ ശ്വാസം അവരുടെ മേൽ വന്നു, അവരെല്ലാം എഴുന്നേറ്റു. അത് കഴിഞ്ഞപ്പം എന്നിട്ട് ഇവരോട് പറയുന്നൊരു വാക്കാണ് 12-ാമത്തെ വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം വെളിയിൽ ചെയ്യുന്നു, എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവരും.
ഇത് വായിക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? ഇവരെല്ലാം കൂടെ അസ്ഥിയായിട്ട് കിടക്കുക, ശവക്കുഴി കിടക്കുക. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തെ മനസ്സിലാക്കാനുള്ള ദൈവകൃപ, വെളിച്ചം വേണം നമുക്ക് വലിയ വിദ്യാഭ്യാസമല്ല വേണ്ടത്, നല്ല വെളിച്ചമുള്ള ദൃഷ്ടിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു നോക്കിയേ? ശവക്കുഴി തുറന്ന് നിങ്ങളെ ഞാൻ എവിടെ കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും. അടുത്തത്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ അരുളി ചെയ്തു, നിവർത്തിച്ചുമിരിക്കുന്നു. അടുത്തത് 15-ാം വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടെന്ന്, മനുഷ്യപുത്രൻ, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അതിനോട് ചേർന്ന് ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വെക്കുക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രീമിൻ്റെ കോലായ ജോസഫിനും അതിനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിന് ഒക്കെയും എന്ന് എഴുതി വെക്കുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നിനോടൊന്ന് ചേർക്കുക, അവ നിൻ്റെ കയ്യിൽ ഒന്നായി തീരും. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? രണ്ട് ഗ്രഹത്തെയും വീണ്ടും എവിടെ ഒന്നാക്കുക? വീണ്ടും അവരെ യേശു ക്രിസ്തുവിൽ ഒന്നാക്കുക. അപ്പം ഈ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഈ പഴയ നിയമത്തിലെ ആളുകൾക്ക് പ്രോമിസ് ലാൻഡ് കൊടുത്തു, പുതിയ നിയമത്തിലെ പ്രോമിസ് ലാൻഡ് ക്രൈസ്റ്റാണ്. കൊലോസിലെ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാരോടുകൂടെ ഒരു അവകാശം. പഴയ നിയമത്തിൽ അവകാശം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമിയാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലാണ് നമുക്ക് അവകാശം കിട്ടിയത്. അപ്പം ഓൾഡ് കവനൻ്റ് ബിലീവേഴ്സിലെ യഹൂദ ഗ്രഹത്തെയും ഇസ്രായേൽ ഗ്രഹത്തെയും ദൈവം അവിടെ നിന്ന് സുവിശേഷം മുഖാന്തരം വിടുവിച്ച് എവിടെ കൊണ്ടുവന്നിരിക്കുക? അവരെ ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. അപ്പം മുന്തിരിവള്ളി എന്തിനാണ് കാണിക്കുന്നത്? ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. ഞാൻ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് ജാതികളെ നീക്കി അതിന് നിങ്ങളെ നട്ടു, വിശേഷമായ മുന്തിരിവള്ളി. അപ്പം മുന്തിരിവള്ളി ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. അപ്പോൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ സാക്ഷാൽ മുന്തിരിവള്ളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ് ഞാൻ സാക്ഷാൽ ഇസ്രായേൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്നാണ് പറയുന്നത്. അന്ന് വാഗ്ദത്ത ഭൂമിയിലായി താമസിച്ചതെങ്കിൽ ഇന്ന് ക്രിസ്തുവിൽ വസിക്കുക. അപ്പം ഈ രണ്ട് ഗ്രഹത്തെയും ഒന്നാക്കി അതോടൊപ്പം തന്നെ സർവ്വജാതികൾക്കും ഈ മഹാസത്യത്തെയും കർത്താവ് എന്ത് ചെയ്യുക? തുറന്നു കൊടുത്ത് അവരെയും കൂടി ഇതിനകത്ത് ചേർത്ത് ഒരു വലിയ ഗ്രഹമായി ദൈവഭവനമായിട്ട് പണിതു വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഹോശേയ പ്രവചനത്തിൽ വായിക്കുന്ന കാര്യം, നമ്മൾ അവിടെ അതിന് നമ്മൾ നേരത്തെ വായിച്ച കൊരിന്ത്യാലേഖനത്തിൽ വായിച്ച ഭാഗമുണ്ടല്ലോ. കൊരിന്ത്യാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തിരിക്കുന്നത് 13-ാം അധ്യായത്തിലെ വാക്യം, 13-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യം നോക്കി. എഫ്രീമിൻ്റെ അകൃത്യം സംഗ്രഹിച്ചും അവൻ്റെ പാപം സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു. നമ്മുടെ ഈ എസെക്കിയേൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രോധത്തിൻ്റെ മദ്യം അവൾ കുടിക്കും, ദൈവക്രോധത്തിൻ്റെ മദ്യം കുടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പാപത്തെ സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ അത് നിറയുന്നത് വരെ സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നു, അവൻ്റെ പാപം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അടുത്തത്, നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവൻ ഉണ്ടാകും, അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ ഗർഭധാരത്തെങ്കിൽ എത്തുന്നില്ല. അപ്പം ഇവൻ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവന് ദൈവത്തെങ്കിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവരെ പാതാളത്തിൻ്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. അപ്പോൾ പാതാളം എന്ന് പറഞ്ഞത് ഇത് അക്ഷരികമായി ജീവനോടിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നു. പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും എന്ന് പറയുമ്പം മരിച്ചിട്ട് കുഴിയിൽ നിന്ന് എടുക്കുമെന്നല്ല, മരിച്ച് മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. ഇപ്പോൾ ഏതാ മരണം? അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നമ്മൾ മരണമെന്ന് വായിക്കുന്ന ഭാഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ട സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗ്രഹം. അപ്പം നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം മറുപടി നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി തരും. നോക്കിയേ, വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും, മരണമേ നിൻ്റെ ബാധകൾ എവിടെ, പാതാളമേ നിൻ്റെ സംഹാരം എവിടെ. ഈ വാക്യമാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 54, 56, 55, 86 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കൊടുത്തിരിക്കുന്നത്. മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കും, മരണമേ നിൻ്റെ ബാധകൾ എവിടെ, പാതാളമേ നിൻ്റെ സംഹാരം എവിടെ, എനിക്ക് സഹതാപം തോന്നുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരെ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ, പാതാളമേ നിൻ്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ ഈ വേദഭാഗത്തെ നമുക്ക് നേരത്തെ ഈ വെളിപ്പാട് പുസ്തകം യെശയ്യാവിൻ്റെ പ്രവചനം 26-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ ഈ കർത്താവ് തൻ്റെ ഹി വിൽ സോളോ ഡെത്ത്, അവൻ മരണത്തെ വിഴുങ്ങിക്കളയും. ഏത് മരണത്തെയാണ്? ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനമാണ്.
1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ സഭയോടുള്ള ദൂതല്ല. ഇത് യെരുശലേമിലെ യഹൂദ ഗ്രഹത്തോട്, ഇസ്രായേൽ ഗ്രഹത്തോടുള്ള അവരെ പുനർസ്ഥാപിപ്പിക്കുന്ന, അവരെ മടക്കിക്കൊണ്ടുവരുന്ന, മാത്രമല്ല ശാരീരപ്രകാരം മരിച്ച് പാതാളത്തിൽ പോയവരെയും കൂടെ അവരുടെ ആത്മാവിലൊരു ഉയർപ്പ് കൊടുത്തും നിത്യജീവങ്കിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്ന ദൈവിക പ്രോഗ്രാമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആരാധന ചോദ്യമാണ്. നമുക്ക് ഉയർപ്പുണ്ടോ? നമുക്ക് ആർക്കും ഇനി ഒരു ഉയർപ്പില്ല. കാരണം എന്തറിയാമോ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചു. അങ്ങനെയാണ്. വ്യാജമായ, ഒരു കാലത്തും സംഭവിക്കാത്ത പ്രത്യാശയാണ് ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ബുദ്ധിയുള്ളവർ കേൾക്കുക. തലയിൽ ഈ മതത്തിൻ്റെ ചാണകം ഇരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലാകത്തില്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിച്ചു. കാരണം ഞാൻ യേശുവിനെയും അപ്പോസ്തലന്മാരെയും ബൈബിളിനെയും വിശ്വസിക്കുന്ന ആളാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് യേശു പാലിച്ചെന്നേ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുന്നു. എന്തോ എഴുതിയേക്കുന്നേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമായി നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് ന്യായവിധി കൊടുക്കുമെന്നും അതേസമയം അതായത് തെസ്സലോനിക്കർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് എഴുതിയേക്കുക. ഇത് ആരോട് എഴുതിയതാണ്? ഇത് 2000 വർഷത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് വേണ്ടി എഴുതിയതാണോ? ഇത് നമുക്ക് എഴുതിയതല്ല, പക്ഷെ നമുക്കും കൂടെ വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ തെസ്സലോനിക്കർക്ക് അന്ന് അനുഭവിച്ച പീഡ ഇനിയും യേശുവിൻ്റെ നാളെയുള്ള വരവിലാണോ സംഭവിക്കുന്നത്? അഗ്നിജ്വാല പ്രത്യക്ഷമാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതവർക്ക് നടന്നു. ഇപ്പോൾ തെസ്സലോനിക്കൽ സഭയുണ്ടോ? തെസ്സലോനിക്കൽ സഭ പോലും ഇല്ല. അപ്പം അവരുടെ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡയ്ക്ക് ദൈവം തന്നെ അന്ന് അവരെ ഉപദ്രവിച്ചുകൊണ്ട് യഹൂദന്മാരാണ്. ദൈവം അവർക്ക് ന്യായവിധി കൊടുക്കുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുക. കർത്താവ് വെളിപ്പെടാൻ പോകുമെന്ന് പറയുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു സാരം ഇവിടെ 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന് ജസ്റ്റ് ഒരു മുഖവരെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഓരോ പോർഷൻസ് നമുക്ക് എടുത്തെടുത്ത് പോകണം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് യഹൂദ ഗ്രഹത്തിൻ്റെ, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വീണ്ടെടുപ്പാണ്, പുനർസ്ഥാപനമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന തൊട്ട് മുമ്പ് പറഞ്ഞു, അപ്പോസ്തലന്മാർ ചോദിക്കുന്ന ചോദ്യം, നീ ഏത് കാലത്താണ് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്തായി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രാജ്യം വരുന്നെന്നുള്ളത് അതെന്നാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുവോട് ചോദിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ സമയവും കാലവും നിങ്ങൾ അറിയുന്നില്ല, അത് പിതാവേ അറിയത്തുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി സാക്ഷികളാകാൻ പറഞ്ഞു. എവിടെയാണ്? ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളുടെയിൽ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ഏതായി സൃഷ്ടി? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ 18 മുതൽ വായിക്കുമ്പോൾ സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടെ കാത്തിരിക്കുന്നത്. ഏത് സൃഷ്ടിയുടെ കാര്യമാണ്? ഞാൻ പണ്ട് വിചാരിച്ച് പട്ടിയും പൂച്ചയൊക്കെ ആണെന്ന് വിചാരിച്ചത്. സൃഷ്ടി എന്ന് നമ്മൾ ബൈബിളിൽ വായിച്ചാൽ അത് ഓർത്തണം, യഹൂദനെയാണ് സൃഷ്ടിച്ചത്. യഹൂദനാ ദൈവത്തിൻ്റെ സൃഷ്ടി. യഹൂദ നിന്നെ നിർമ്മിച്ചവനും യാക്കോബെ നിന്നെ ഉണ്ടാക്കിയവനും, അങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പം ദൈവം സൃഷ്ടി എന്ന് ഉദ്ദേശിച്ചത് എന്നെയോ ജാതികളെ അല്ല. കാരണം ജാതികൾക്ക് ന്യായവിധി ഇല്ല, അവർ കരുണയാൽ രക്ഷ പ്രാപിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ കരുണയാൽ, മഹാകരുണയാൽ രക്ഷ പ്രാപിക്കും. നമ്മൾ ദൈവത്തിൻ്റെ കരുണയാൽ മാനസാന്തരപ്പെട്ടവരാണ്. പക്ഷെ അവർ ന്യായവിധി രക്ഷപ്പെടാൻ വേണ്ടി മാനസാന്തരപ്പെട്ടതാണ്. ഒരുപാട് വാക്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇത് എല്ലാം എടുത്ത് നമുക്ക് പറയാനുള്ള സാവകാശം ഞാൻ എടുക്കുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിനോടനുബന്ധിച്ച് മുമ്പോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് സംസാരിക്കാം. ഞാൻ കഴിയുന്നിടത്തോളം അതിന് മറുപടി തരാം. ഗോഡ് ബ്ലസ് യു.